സാരംഗ ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഇനി ഇതിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം DNA പരിശോധനാ ഫലം ലഭിക്കുക എന്നുള്ളതാണ്. എത്രത്തോളം അവിടെ സജ്ജമായിട്ടുണ്ട് മെഡിക്കൽ ടീമൊക്കെ? പൂജ, മെഡിക്കൽ ടീം തെരച്ചിലിന്റെ ആദ്യഘട്ടം തൊട്ട് തന്നെ കേന്ദ്രീകരിക്കുന്ന ഒരു മേഖലയായിരുന്നു ഇത്തരത്തിൽ ഈ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള പ്രദേശം. ഇന്നും ഇത്തരത്തിൽ സമാനമായ രീതിയിൽ തന്നെ ഇവിടെ മെഡിക്കൽ ടീമുണ്ട്, SDRFന്റെ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവർക്കാണ് ആ ഒരു ചുമതലയുണ്ടായിരുന്നത്. ഇത്തരത്തിൽ ഇവിടെ നിന്ന് ട്രക്കിന് ഉള്ളിൽ നിന്ന് ലഭിച്ച മൃതദേഹ ഭാഗങ്ങൾ കരക്കെത്തിക്കാനുള്ള ആ ഒരു ചുമതലയുണ്ടായിരുന്നത്. ഇനി ഇത് ആരോഗ്യവകുപ്പിന്റെ ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ ഫോറൻസിക് ഉദ്യോഗസ്ഥർക്കും കൈമാറും. അവിടെ നിന്നായിരിക്കും ഇനി മംഗലാപുരത്തേക്കുള്ള മൃതദേഹാവശിഷ്ടങ്ങളുടെ യാത്ര. എന്നാലും ഇവിടെ നിന്ന് പ്രാഥമികമായ പരിശോധനകൾ പൂർത്തിയാക്കിയതിനു ശേഷം നേരിട്ട് മംഗലാപുരത്തേക്ക് എത്തിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. അപ്പോൾ എന്തായാലും ആ രീതിയിലുള്ള പരിശോധനകളാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. കരയോട് അടുപ്പിക്കുന്നുണ്ട് NDRFന്റെ ഡങ്കി ബോട്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഇനി കരയിൽ നിന്ന് മുകളിലേക്ക് എത്തിക്കാൻ ശ്രമം. നമുക്കിപ്പോൾ ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നു. ഉയർന്ന ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റും മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥരെയൊക്കെ തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തെളിഞ്ഞു കാണാം. മാത്രമല്ല പോലീസ് ഇവിടെ മാധ്യമപ്രവർത്തകരെ വലിയ കർശനമായ നിയന്ത്രണം ഒക്കെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഒരുപക്ഷെ മൃതദേഹാവശിഷ്ടങ്ങൾ ദൃശ്യങ്ങൾ പുറത്തേക്ക് പോരുത് എന്നുള്ള ഒരു രീതിയുടെ ഭാഗമായിട്ടൊക്കെ തന്നെ ആയിരിക്കാം. എന്തായാലും ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെ എത്തിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. അവിടെ ആംബുലൻസ് കാണാം. ആംബുലൻസ് തയ്യാറായി നിൽക്കുന്നുണ്ട്. ഇന്ന് നേരിട്ട് മംഗലാപുരത്തേക്കാണോ അല്ലെങ്കിൽ അങ്കോളയിലേക്ക് എത്തിച്ച ശേഷം അവിടെ നിന്ന് അല്ലെങ്കിൽ കാർവാറിൽ എത്തിച്ച ശേഷം അവിടെ നിന്ന് മംഗലാപുരത്തേക്കാണോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഇനി ഒരു സ്ഥിരീകരണം വരാനുള്ളൂ. ആ ഒരു കാത്തിരിപ്പിനാണ് ഇനി ഇപ്പോൾ നമ്മളിങ്ങനെ നിന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എന്തായാലും ഇനി ശാസ്ത്രീയമായ പരിശോധന, നേരത്തെ ശ്രീധരൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപക്ഷെ ശാസ്ത്രീയമായ DNA പരിശോധനയുടെ ഒരു സാധ്യത കൃത്യമായി വേണം എന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി ഇപ്പോഴും, ആ ഒരു വസ്തുത കൂടി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം അർജുൻ സഞ്ചരിച്ചിരുന്ന ട്രക്കിന്റെ ക്യാബിനകത്ത് നിന്നാണ് ഇത്തരത്തിൽ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സാഹചര്യ തെളിവുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ അത് അർജുന്റേതാണ് എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. പക്ഷേ എന്നിരുന്നാലും ശാസ്ത്രീയ അടിത്തറ എന്തൊരു തെളിവിനും ഉണ്ടാവേണ്ടതായുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കും DNA പരിശോധന എന്നുള്ള കാര്യം ഈ ജില്ലാ ഭരണകൂടം മുന്നോട്ടേക്ക് വെക്കുന്നത്. അതുപോലെ തന്നെ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും ഒക്കെ തന്നെ പരിമിതമായിട്ടുള്ള അവയവങ്ങളാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അസ്ഥി അടക്കമുള്ള ഭാഗങ്ങളാണ് കിട്ടുന്നതെങ്കിലും പോസ്റ്റ്മോർട്ടം നടപടികളും പൂർത്തീകരിക്കേണ്ടതായുണ്ട്. അപ്പോൾ ആ ഒരു പ്രൊസീജിയർ, കൃത്യമായിട്ടുള്ള ആ ഒരു ക്ലിനിക്കൽ പ്രൊസീജിയർ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും മൃതദേഹം എന്തായാലും ലാബിലേക്ക് കൊണ്ടുപോകുക. ഒരുപക്ഷെ കുടുംബം നിരന്തരമായി ആവശ്യപ്പെടുകയാണെങ്കിൽ, ശക്തമായി ആവശ്യപ്പെടുകയാണെങ്കിൽ DNA പരിശോധന ഒഴിവാക്കി കൊടുക്കാനുള്ള ഒരു സാധ്യത കൂടി ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നുണ്ട്. പൂജ, ശരിയാണ്. എന്തായാലും മെഡിക്കൽ നടപടികൾ അത് അതിൻ്റെതായ രീതിയിൽ തന്നെ പോകേണ്ടതായിട്ടുണ്ട്. ഒരു വശത്ത് നമ്മൾ കാണുന്നത് ആ ലോറി കരയിലേക്ക് പൂർണ്ണമായും അടുപ്പിക്കാനുള്ള ഒരു ദൗത്യമാണ്. മറുവശത്ത് ആ ക്യാബിനിൽ നിന്ന് ലഭിച്ച ശരീരഭാഗങ്ങൾ, മൃതദേഹ ഭാഗം അത് കരയിലേക്ക് എത്തിച്ച് DNA പരിശോധനയ്ക്കൊക്കെ അയക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന നടപടികളാണ്. എന്തായാലും നേരെ മംഗലാപുരത്തേക്കാണോ കൊണ്ടുപോകുന്നത് അതോ അങ്കോളയിലേക്ക് പോകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. എങ്കിലും ആ നടപടികളും ഇങ്ങനെ മുന്നിലേക്ക് പോവുകയാണ്. അല്പസമയം തന്നെ ലോറിയും അതോടൊപ്പം ശേഖരിച്ച ഭാഗങ്ങളും കരയിലേക്ക് എത്തിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. KB ശ്രീധരനും സാരംഗുമാണ് ഇരുവശത്തു നിന്നും വിവരങ്ങൾ നൽകുന്നത്. സാരംഗ്, ഇതിലിപ്പോൾ സൂചിപ്പിച്ചതുപോലെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും ഈ DNA പരിശോധനയുമായി ബന്ധപ്പെട്ട് വേണ്ട എന്നുള്ളൊരു നിലപാടിലേക്കൊന്നും എത്താൻ പറ്റില്ല എന്നാണ് തോന്നുന്നത്. കാരണം ഇപ്പോൾ ക്യാബിനിൽ നിന്നാണെങ്കിലും നടപടികൾ അതാത് രീതിയിൽ മുന്നിലേക്ക് പോകട്ടെ എന്നൊരു കാര്യമായിരിക്കാം ഒരുപക്ഷെ അർജുന്റെ കുടുംബവും സ്വീകരിക്കുന്നത്. അവരിൽ നിന്ന് നമുക്കൊരു പ്രതികരണം പോലും തേടാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ജിതിനൊക്കെ എത്രത്തോളം തകർന്നു നിൽക്കുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. എങ്കിലും നടപടികൾ കൃത്യമായിട്ട് തന്നെ മുന്നിലേക്ക് പോകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ DNA പരിശോധനയ്ക്കൊക്കെ ശേഷം അല്ലെങ്കിൽ മറ്റു നടപടികൾക്കൊക്കെ ശേഷം ഈ ബന്ധുക്കൾക്ക് ഇവ കൈമാറുക എന്നുള്ളതാണ്. ആ രീതിയിലുള്ള ചർച്ചകളും ഇനി എന്തായാലും തുടർന്നുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? തീർച്ചയായും പൂജ. കാരണം ബന്ധുക്കളുടെ ഭാഗത്ത് നിന്ന് ഇനി ശാസ്ത്രീയ പരിശോധനകളെ കുറിച്ചുള്ള അഭിപ്രായം അറിയാൻ നമ്മൾക്ക് വലിയ പരിമിതികളുണ്ട്. കാരണം അവർ മാനസികമായി ആകെ തകർന്നു നിൽക്കുന്ന ഒരവസ്ഥയാണ്. പലപ്പോഴും നമ്മളോട് കൃത്യമായി ആശയവിനിമയം നടത്തിയിരുന്ന ജിതിനടക്കമുള്ള ആളുകൾ, അഭിജിത്ത് അടക്കമുള്ള ആളുകളൊക്കെ തന്നെ ആകെ മാനസികമായി തകർന്ന് കുടുംബത്തോട് എന്ത് പറയണം അല്ലെങ്കിൽ കുടുംബത്തെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്നും പോലും അറിയാതെ നിസ്സംഗരായി മൂകരായി നിൽക്കുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഇനി അവരിൽ നിന്നും നമ്മൾക്ക് പ്രതികരണം തേടുന്നത് വലിയ പരിമിതികളുണ്ട്. എന്തായാലും നമുക്ക് അതിനുള്ളൊരു സാഹചര്യം കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും ഇനി ഈ ഒരു ശാസ്ത്രീയ പരിശോധന പൂർത്തിയാക്കാനുള്ള ആ ഒരു സമയം അല്ലെങ്കിൽ DNA പരിശോധന പൂർത്തിയാക്കാനുള്ള സാധ്യത കുടുംബം ഒരുപക്ഷെ അത് വേണ്ട എന്ന് ജില്ലാ ഭരണകൂടത്തെ
ജില്ലാ ഭരണകൂടത്തിന് മുന്നിൽ ആവശ്യം ഉന്നയിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. മാത്രമല്ല ജില്ലാ ഭരണകൂടമാണെങ്കിലും അർജുന്റെ കുടുംബം ആവശ്യപ്പെടുന്ന കാര്യങ്ങൾക്ക് അത് ന്യായമാണെങ്കിൽ കൃത്യമായി അത് അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു രീതിയും നമ്മൾ പൊതുവെ കുറച്ച് ദിവസങ്ങളായി കാണുന്നുമുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു സാധ്യത കൂടിയുണ്ട്. എന്തായാലും ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും തീർച്ചയായും നടത്തും. ഒരു പക്ഷേ കുടുംബം നിരന്തരമായി ആവശ്യപ്പെടുകയാണെങ്കിൽ DNA പരിശോധന മാറ്റി നിർത്താനുള്ള ഒരു സാധ്യത മുന്നിൽ നിൽക്കുന്നുണ്ട് പൂജ. ഇനി അത് മാത്രമല്ല ഇവിടെ നിന്ന് ഇനി മംഗലാപുരത്തേക്കാണ് കൊണ്ടുപോകുന്നത്. മംഗലാപുരത്ത് നിന്ന് പരിശോധനകൾ പൂർത്തിയാക്കിയാൽ അർജുന്റെ ജന്മനാടായ കോഴിക്കോടേക്ക് കൊണ്ടുപോകാനും ഇവിടെ നിന്ന് നേരിട്ട് കൊണ്ടുപോകാനുള്ള സാധ്യത തന്നെയാണ് മുന്നിൽ നമ്മൾ കാണുന്നത് പൂജ. ശരിയാണ് സാർ. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് അർജുന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ ഇപ്പോൾ നമുക്ക് സ്ട്രക്ചർ പോലീസ് ഉദ്യോഗസ്ഥർ ചുമന്നുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങൾ ആംബുലൻസിലേക്ക് കൊണ്ടുപോകുന്നു. ഇനി ഇവിടെ നിന്ന് നേരിട്ട് മംഗലാപുരത്തേക്ക് കൊണ്ടുപോവുകയാണോ അല്ലെങ്കിൽ അങ്കോളയിലേക്കോ കാർവാറിലേക്കോ കൊണ്ടുപോവുകയാണോ എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോഴും ഒരു വ്യക്തത വരേണ്ടത്. ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നമ്മൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇപ്പോൾ എന്തായാലും എത്രയും പെട്ടെന്ന് അത് ടെസ്റ്റിന് അല്ലെങ്കിൽ ക്ലിനിക്കൽ പരിശോധനകൾക്ക് വിധേയമാക്കുക എന്നുള്ള കാര്യം തന്നെയായിരിക്കും ജില്ലാ ഭരണകൂടത്തിന് മുൻപിലെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി പൂജ. ശരിയാണ്, ആ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. ശരിക്കും വേദനയോടുകൂടി മാത്രമേ അത് നമുക്ക് കാണാനും പറ്റുകയുള്ളൂ. മെഡിക്കൽ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് മറ്റു ക്ലിനിക്കൽ നടപടികൾക്കൊക്കെ വേണ്ടിയിട്ട് ക്യാബിനുള്ളിൽ നിന്ന് ലഭിച്ച ശരീരഭാഗങ്ങൾ കൊണ്ടുപോവുകയാണ്. മംഗലാപുരത്താണ് പരിശോധന ഉൾപ്പെടെ നടത്തുക. ശാസ്ത്രീയ നടപടികളൊക്കെ ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത്.